മോനെ നീ എന്താ ഇരുന്ന് പിടയ്ക്കുന്നത്? എനിക്ക് ഇത്തിരി ശ്രദ്ധ കുറവാണ്, അതാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്ന് ഓടിക്കുന്നത്. ചേട്ടാ ആരെ കൈ അണിക്കുന്നു? നീ തിരിച്ചാണിയറാ ചേട്ടാ. ഒരുക്കം പറയുന്നു കൊണ്ടാ. എന്താ സാറേ പോലീസാണോ? അല്ല, അമ്പലത്തിൽ പിരിവിന് വന്ന ഒരു 100 വന്നിട്ട് പോണേ. നിർത്തണം സേവിയറ, നീ ഇങ്ങനെ ഇരുന്നാ ശരിയാവത്തില്ല. പ്രായം എത്രന്ന് വെച്ചിട്ടാ? ശരിയാ, എനിക്കും തോന്നി. ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സുഖമില്ല. പറഞ്ഞത് നന്നായി, ഇപ്പൊ കറക്റ്റായി. സാറേ പഴയതെടുക്കാൻ വന്നത് എന്തെങ്കിലും ഉണ്ടോ? പഴയത് ഒരു സീബ്ര ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കൊണ്ടൊക്കെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? സോറി സാർ, പഴയ കോമഡി ഒന്നും എടുക്കില്ല. അതാ വേലിക്കെടുത്തൊരു സൈക്കിൾ ഉണ്ട്, അതെടുത്തിട്ട് പൈസ തരും. അത് അയൽവാസിയുടെ. അതെ, അത് പറ്റില്ല. സാറിന് സ്വന്തം സാധനം തന്നാൽ മാത്രം എടുക്കുള്ളൂ. സ്വന്തം സാധനം വേണോ? എന്നാ അച്ഛനെ എടുത്ത് കൊടുത്താലോ? അമ്മ അത് പറ്റില്ല, അവൻ പറഞ്ഞല്ലോ ഇന്ത്യയിലാണെങ്കിൽ മാത്രം കൊടുത്തേ എടുക്കുള്ളൂ. പാലനം വേണ്ട, അധികാരം വേണ്ട, ഉപദേശങ്ങൾ. ചെക്കനും പെണ്ണിനും 1-2 സംസാരിക്കാനുണ്ടെങ്കിൽ 3-4 ഒക്കെ സംസാരിക്കട്ടെ. ഫണ്ണ് ഞാൻ പോയി സംസാരിച്ചിട്ടോ. നീ വരുന്നില്ലേ? പോയി സംസാരിക്കണം. അച്ഛനല്ലേ അത്? നൈസ്. ഒരച്ഛനേ ഉള്ളൂ? സോറി, ഒറ്റ മോളല്ലേ? ഓക്കെ. ടെൻഷനോ? ചെറുതായിട്ട്. ഇതേല് ശരിയായ മതിയായിരുന്നു. സത്യം. TMT കമ്പിയ മാമുണ്ടായിരുന്നു. മാമല്ല, പാപ്പം ഉണ്ടെന്ന് ചോദിക്കേ. ഉമ്മ കൊടുക്കണോ? നീ നിന്റെ പെണ്ണിന്റെ അടുത്ത് എന്തോ സംസാരിക്കുന്നു? ഇമാജിനറി വേൾഡ്. ഞങ്ങൾക്കിപ്പോ 3 പിള്ളേരാ, 2 ആണും 1 പെണ്ണും. പെണ്ണ് എനിക്കും ഇപ്പൊ 2 മക്കളാ. മൂത്താളിപ്പോ അമറാണി സ്കൂളിൽ പഠിക്കുന്നു. എടാ, അവിടെ ഫീസ് കൂടുതലാ. ആണല്ലേ? മാറ്റണം. കൊച്ചങ്ങനെ സ്കൂളിൽ പോന്നെ? ഞാൻ ഡെയിലി കൊണ്ടാക്കി വരൂടാ. എടാ, ആ റൂട്ട് വഴി സ്കൂൾ ബസ് ഉണ്ടാ? പറയണ്ടേ? എന്റെ മൂത്ത മോളിത്തിരി കുറുമ്പിയാ. എന്റെ ഇളയതാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. ഓ ആണല്ലേ? കോഴിക്കോടൊക്കെ പിള്ളേരുണ്ടായി കളിക്കുന്നത്. ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കും. എനിക്ക് ഇതിന്റെ കൂടെ പറ്റത്തില്ല. അതിനിപ്പോ എന്നെ പറ്റി? അവളോട് എന്ത് പറ്റി? എന്തു ഏഞ്ചല കാര്യം പറ. അവളെ വായത്തില്ല, ഞാൻ പറഞ്ഞുതരാം. അവള് കണ്ട സ്വപ്നത്തിൽ ഞാൻ അവളെ ചിരിക്കും. അവളെ സ്വപ്നത്തിൽ ഞാൻ വല്ലത്തീരെ കൂടെ പോയത്. രാവിലെ ഞാൻ കേൾക്കുന്നത് ഇത് കണ്ടോ, ഇതാ അനങ്ങാതെ ഒറ്റ നിപ്പ. ഇത് അഴിക്കണം. ഒരു കാര്യം ചെയ്യ്, അഴിക്കാം. അഴിക്കാനോ കേറിയതല്ലേ ഉള്ളൂ. ഇതിപ്പോ ശരിയാക്കി തരാം. ഇത് ഇച്ചിരി പാടാം. ഇത് പിന്നെ നോക്കാം. നമുക്കിപ്പം വയറ് നോക്കാം. ഇത് സോഫ്റ്റ് വയറാണല്ലോ. ഹാർഡ് വയറാക്കി തരാമടാ. ഇതിപ്പോ ഇങ്ങനെ കണ്ടാ മനസ്സിലാവത്തില്ല. ഇത് മൊത്തത്തിലൊന്ന് അഴിച്ചു കാണണം. പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ വെരിഫിക്കേഷൻ വന്നാണ്. അതൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ നോക്കാൻ വന്ന ആളാണ് ഞാൻ. ഇത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് പറയണം. വിപിൻ കറക്റ്റ്. ഹസ്ബൻഡ് പാർവതി കറക്റ്റ്. വീട്ടുപേര് തേരാത്ത് വീട്, ഏഴംകുളം, പത്തനംതിട്ട. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. പോസ്റ്റ് ഓഫീസ് അടൂരല്ലേ? കറക്റ്റ് കറക്റ്റ്. ഏട്ടന്റെ ആധാർ കാർഡ് എടുത്തിട്ട് വരും. ഞാൻ കൊണ്ടുവരാം. അല്ല സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ സാർ ഇത്രയും ചോദിച്ചില്ലേ, അത് എന്തോത്തിന് വേണ്ടിയിട്ടാ? ഇതൊക്കെ എന്തിനാ കറക്റ്റ് ആണോന്ന് അറിയുന്നേ? നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടില്ലേ അവിടെ? ഇത് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ഇത് വെരിഫൈ ചെയ്ത് കൊടുക്കാൻ. എന്നാലും നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. ഈ പാസ്പോർട്ട് അത്യാവശ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതിലെല്ലാം കൊടുക്കുന്നത്. അപ്പൊ അവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തെറ്റിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് തലയ്ക്ക് വട്ടില്ലല്ലോ സാറേ. വെള്ളമെല്ലാം തോന്നുമ്പോ പൈപ്പ് പിന്നെയും തുറക്കരുത്. പോയി മോട്ടർ ഇട്ട് ഗ്യാസ് ഓഫ് ആക്കണം. പണി കഴിഞ്ഞ് അങ്ങനെ പോവരുത്. മോട്ടർ ഇട്ടാല്
ഇത് വെച്ചാ മോട്ടർ ചാടുന്നത് അറിയില്ല. ഹെഡ്ഫോൺസ് വെച്ചാൽ മോട്ടർ ചാടുന്നില്ല. പിന്നെ മോട്ടർ ഇട്ടിക്കണമെന്നില്ല ബോധം തമ്മിലുണ്ടാകണം. തമ്മിലൊരു ബന്ധം. മോട്ടറിങ് അതല്ല മോട്ടർ വെള്ളം ചാടുന്നത്. പിന്നെ ആ ബ്രൂസിനെയും ടോബിനെയും ഒക്കെ ശ്രദ്ധിക്കണം. പട്ടികളെ ശ്രദ്ധിക്കണം. ലൈറ്റ് അടക്കണം, ലൈറ്റ് ഇടണം. മരിപ്പൊക്കെ ആയാൽ ലൈറ്റ് ഇടണം. ഉഷാറായിട്ട് പോകുന്നു. ഇന്ന് സ്കൂളില്ലേ? സ്കൂളിന്റെ എപ്പോഴാണ് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്? എങ്ങനെ പോകും നിങ്ങളുടെ പരീക്ഷകൾ? ഐക്യു വേണ്ട, ഞാൻ ചോദിച്ചോളാം. ജനിച്ചു വീരുന്ന കുട്ടി എന്തുകൊണ്ടാണ് അമ്മയെന്ന് വിളിച്ച് കരയുന്നത്? അച്ഛനാരാ സംശയമായിരിക്കും. ആയിരിക്കും സാർ, എനിക്കുണ്ടായിരുന്നു സംശയം. ഇപ്പൊ കുറെ നാളുകൊണ്ട് കുറെ ക്രൂരതകൾ ഞാൻ കാണുവാണ്. അപ്പോ അതിനെതിരായിട്ട് ഞാനൊന്ന് വന്ന് സംസാരിക്കുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പേരെന്നതാ? പറയപ്പോ മനസ്സിലെങ്കിലോ. ഇവിടെ സ്കൂളുണ്ടോ? എന്തിനാ ഇപ്പൊ സ്കൂള്? എനിക്ക് പഠിക്കാനാ. അതിനുള്ള സ്കൂൾ ഇവിടെ ഇല്ല. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നില്ലേ? ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ സ്കൂളാ. ആദ്യം മുതൽ പഠിക്കുന്നവർക്ക് അവിടെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് കയറാൻ വരുന്നവരെ ഞങ്ങളുടെ സ്കൂളിൽ കേറ്റൂല. വേറെ സ്കൂളില്? വേറെ ഇല്ല. ഉണ്ടോടി? ശരിയാ, ഇവിടെ ഒന്നും വേറെ സ്കൂളില്ല. ഈ സന്ദർഭത്തിൽ ഞാനായിരുന്നെങ്കിൽ അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ പേരെന്നതാ? പറയപ്പോ മനസ്സിലെങ്കിലോ. എന്നാ നീ പറയണ്ട, പോവണ്ട എണീറ്റ്. ഇവിടെ സ്കൂള് വല്ലതും ഉണ്ടോ? എന്തിനാ സ്കൂള്? സ്കൂൾ എന്തിനാണ്? പഠിക്കാൻ. പിന്നെ അല്ലാതെ എന്തിനാണ് സ്കൂള്? അതിനുള്ള സ്കൂൾ ഇവിടെ ഇല്ല. ഇതൊന്നും അതിനുള്ള സ്കൂളില്ലേ? പിന്നെ എന്തോന്നിനുള്ള സ്കൂളാണ് ഇവിടെ ഉള്ളത്? അല്ല, നിങ്ങൾ സ്കൂളിലൊന്നും പഠിക്കുന്നില്ലേ? ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ സ്കൂളാ. അപ്പൊ എഴുതി വെച്ചേക്കുന്ന നിന്റെ സ്കൂളാണെന്നും പറഞ്ഞ്. ആദ്യം മുതൽ പഠിക്കുന്നവർക്ക് അവിടെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പിന്നെ ഇടയക്കൂടി വന്ന് കയറി പഠിക്കാനാ വരുന്നത്. ഇവിടെ വേറെ സ്കൂളൊന്നും ഇല്ലേ? വേറെ ഇല്ല. ഉണ്ടോടി? ഇതാര് പഞ്ചായത്ത് മെമ്പർ ആയത്?